നമസ്കാരം, ജയം ടോക്സിലേക്ക് സ്വാഗതം. ഇന്നലെ എന്നെ വിദേശത്ത് നിന്നൊരു സുഹൃത്ത് വിളിച്ചു. അദ്ദേഹം ചോദിച്ചു, കേരളത്തിലെ പോളിംഗ് കഴിഞ്ഞതറിയാം, അവിടുത്തെ വോട്ടെണ്ണൽ കഴിഞ്ഞോ, അവിടെ ഭൂരിപക്ഷമൊക്കെ ഉറപ്പായോ കോൺഗ്രസിന്? അദ്ദേഹം അത് ചോദിച്ചത് പകുതി തമാശയായിട്ടാണ്. ചോദിക്കാനുള്ള കാരണം, ഇപ്പോൾ TV തുറന്നാൽ നടക്കുന്ന ചർച്ച മുഴുവൻ കോൺഗ്രസിന് മുഖ്യമന്ത്രി ആരെന്നുള്ളതാണ്. നോക്കണം, വോട്ടെണ്ണിയിട്ടില്ല, ആർക്കാണ് ഭൂരിപക്ഷം എന്ന് അറിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഇവിടെ വളരെ കൊണ്ടുപിടിച്ച ചർച്ചയാണ് മുഖ്യമന്ത്രി ആരാണെന്നുള്ളത്. ഈ സത്യത്തിൽ ഈ ചർച്ച ഈ പോളിംഗിന് മുമ്പാണ് നടന്നിരുന്നെങ്കിൽ എന്തായിരുന്നു കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ്. ഏറ്റവും കുറഞ്ഞത് വോട്ടെണ്ണി ഭൂരിപക്ഷം MLA-മാർ എത്ര പേരുണ്ട്, എത്ര ഭൂരിപക്ഷം എന്നെങ്കിലും അറിഞ്ഞിട്ട് ഈ ചർച്ചയിലേക്ക് പോകുന്നതായിരുന്നു നല്ലത്. പക്ഷെ ഈ ചർച്ച തുടങ്ങി വെച്ചത് ഇവിടുത്തെ സാധാരണക്കാരല്ല. ഇത് ഇപ്പോ മുഴുവൻ മാധ്യമങ്ങളുടെ പേരിലാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ തർക്കം മുഴുവൻ തുടങ്ങി വെച്ചത് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളാണ്. ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം, കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ മുൻ KPC പ്രസിഡന്റ് K. സുധാകരൻ തന്നെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വഴി തുറന്നു വന്നു. അദ്ദേഹം തന്നെയാണ് ആദ്യം രമേശിന്റെ പേര് പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹം KC വേണുഗോപാലിന്റെ പേര് പറയുന്നു. എവിടെയെങ്കിലും ഉറച്ചു നിൽക്കുക ആദ്യം, അല്ലെങ്കിൽ ജനം തന്നെ ആകെ കൺഫ്യൂഷനിലാവും. മാത്രമല്ല, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെങ്കിൽ മിനിമം ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. ഇത്തവണ മത്സരിക്കാത്ത ഒരാളുടെ പേര് എന്തിനാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ മത്സരിച്ച് ജയിച്ചവരൊന്നും കാശിന് കൊള്ളില്ല, അവരൊന്നും മുഖ്യമന്ത്രിയാകാൻ കൊള്ളില്ല, യോഗ്യതയില്ലാത്തവരാണെന്നാണോ? എന്തൊരു പരിഹാസമായ അവസ്ഥയാണിത്. കേരളത്തിലെ ജനങ്ങൾ ഇത്രയേറെ അവമാനിക്കാനുണ്ടോ? VD സതീശനും രമേശ് ഉൾപ്പെടെയുള്ള ആളുകൾ ജയിക്കുകയാണെങ്കിൽ, അങ്ങനെ ജയിക്കുന്ന ഒരു സാഹചര്യത്തില് പിന്നെ എന്തിനാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പോലും ചെയ്യാത്ത ഒരാളെ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് മുഖ്യമന്ത്രിയാക്കാൻ കൊണ്ടുവരേണ്ട കാര്യം എന്താ? ഇവരെ കൊണ്ട് കൊള്ളില്ല എന്നുള്ളതിന്റെ അർത്ഥം. അത് നൽകുന്ന സന്ദേശം എന്താണ്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചവരാണ് ഇവരെല്ലാം. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചവരാരും തന്നെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന് തീരുമാനമെടുത്ത ഹൈക്കമാൻഡാണ്. അതിന്റെ കാരണം എന്താ? എന്തുകൊണ്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ജയിച്ചവരെ പാർലമെന്റ് അംഗങ്ങളായിട്ടുള്ളവർ നിയമസഭയിൽ മത്സരിക്കണമെന്ന് ആദ്യം ചിന്തിക്കാൻ കാര്യം? കാരണം ജയസാധ്യതയില്ലാത്ത പല മണ്ഡലങ്ങളും ജയിക്കണമെങ്കിൽ പ്രഗത്ഭരായ ഈ MP-മാർ വന്ന് മത്സരിക്കണം എന്ന ഒരു ചിന്ത വന്നു. പക്ഷെ അങ്ങനെ MP-മാരൊന്നും വന്ന് മത്സരിച്ചില്ലെങ്കിലും ഞങ്ങൾ മത്സരിച്ച് ഭൂരിപക്ഷം ഉണ്ടായിക്കൊള്ളാമെന്ന് കേരളത്തിലെ നേതാക്കൾ പറഞ്ഞു. അത് ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടു. അങ്ങനെ MP-മാരൊന്നും മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പൊ ക്ലിയർ ആയല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തെരഞ്ഞെടുപ്പിലെ UDF-ന് നല്ല മുന്നേറ്റം ഉണ്ടാകുമെന്ന് അഭിപ്രായം ഉണ്ടാകുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴെന്താ, മത്സരിക്കാത്ത ആളുകൾ മുഖ്യമന്ത്രിയാകാൻ വരുന്നു. ഇതിന്റെ നീതി എന്താണ്, ന്യായം എന്താണ് എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. ഇനിയും മത്സരിച്ച ആൾക്കാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസവും തർക്കവും ഉണ്ടാകട്ടെ, മനസ്സിലാക്കാം. VD സതീശനും രമേശും തമ്മിൽ ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്ന് തർക്കം ഉണ്ടാകും, നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ മത്സരിക്കാത്തവര് ഇവിടെ വന്ന് മുഖ്യമന്ത്രി ആകുക, പിന്നെ ഒരു മത്സരം നടത്തുക, എന്നിട്ട് നിലവിലുള്ള ഒരു MP സ്ഥാനം നഷ്ടപ്പെടുക. ഒരു MP സ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ എത്ര പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്രമാത്രം നിർണായകമാണെന്ന് ചിന്തിക്കേണ്ട ഒരു സമയത്ത് കേന്ദ്രത്തിൽ ഇത്രയും വലിയൊരു പദവിയിലിരിക്കുന്ന ഒരാൾ, ഇത്രയും വലിയ പാർട്ടിയിലെ ഒരു വലിയ സ്ഥാനമുള്ള ഒരാള് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് മുഖ്യമന്ത്രിയാക്കേണ്ട കാര്യം എന്താണ് എന്ന് കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആളുകൾക്ക് തീരെ ബുദ്ധി കുറവായതുകൊണ്ടായിരിക്കും മനസ്സിലാവാത്തത്. എന്തായാലും ഈ ചർച്ചയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ നല്ലത് എന്ന് കരുതി ഇരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങള്, പ്രത്യേകിച്ച് കോൺഗ്രസിനും UDF-നും വോട്ട് ചെയ്തവര്.